എവിടെയാണ് ശരിക്കും നഷ്ടബോധം ഉണ്ടാവുമെന്ന് പറഞ്ഞു ഈ പറയുന്ന ചിലപ്പോൾ ഒറ്റയ്ക്കൊരു യാത്ര ചെയ്യുന്നു, പണ്ട് കൂടെ ഉണ്ടായിരുന്നു, സംവെയർ വി വെർ നോട്ട് കംഫർട്ടബിൾ, അവിടെ കിട്ടിയാൽ കൊള്ളാമെന്ന് തോന്നുന്നു, അവിടെ ഒരു കമ്പാനിയൻഷിപ്പ് ഉണ്ടായിരുന്നു, അതിൻ്റെ നഷ്ടം വരുമ്പോൾ എനിക്ക് അവർ പോയി എന്ന് ഒരിക്കൽ പോലും തോന്നിയിട്ടില്ല. എല്ലാ മുറിയിലും അവരുടെ സാന്നിധ്യം ഉണ്ടെന്നുള്ള ഒരു അങ്ങനെ അതിലാണ് എനിക്ക് സന്തോഷം ഞാൻ കാണുന്നത്. ബിക്കോസ് അവരെൻ്റെ കൂടെ ഉണ്ട്, അവരെവിടെയും പോയിട്ടില്ല. അല്ലെങ്കിൽ അവർ പോയി എന്നൊരു വിചാരം വന്നാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പിന്നെ ചിലപ്പോൾ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് വരുമ്പോഴത്തേക്കും അതും ചിലതിൽ കൂടുതൽ ലേഡീസിൽ നിന്നാണ്, ആണുങ്ങളിൽ നിന്നുള്ളതിനേക്കാൾ ഈ കുത്തി നോവിക്കുന്നത് കൂടുതലും. എല്ലാവരും ഒന്നും പറയുന്നില്ല, അപൂർവം ചിലയിടത്തും പെണ്ണുങ്ങളിൽ നിന്നാണ് നമുക്കുണ്ടാകുന്നത്. അവരല്ലേ, അവർ തനിച്ചല്ലേ, അവർക്ക് എന്ത് വേണമെങ്കിലും നേടിയെടുക്കാൻ പറ്റും. കല്യാണം കഴിച്ച് പോകുമ്പോൾ തന്നെ ജീവിതത്തിൽ ഭാര്യയെ കുറെ ഇൻഡിപെൻഡന്റ് ആക്കണം. ATM അറിയില്ല, അല്ലെങ്കിൽ സ്ഥലം അറിയില്ല, ചെക്ക് അറിയില്ല, ഇപ്പോൾ വളരെ വണ്ടി ഓടിക്കാൻ അറിയത്തില്ല, അല്ലെങ്കിൽ സ്ഥലം അറിയത്തില്ല. ഇത് നമ്മളെ സ്വാർത്ഥത കാരണം അല്ലയോ പലപ്പോഴും ചെയ്തു പോകുന്നത് അതൊരു അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കാന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും അങ്ങനെ അല്ല, പക്ഷെ അങ്ങനെ ആവുന്ന നല്ലതല്ല, തീർച്ചയായിട്ടും നല്ലതല്ല. കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ഇൻഡിപെൻഡന്റ് ആക്കേണ്ട നിലയ്ക്ക് ആക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതൊരു വലിയൊരു ട്രാപ്പാണ് എൻ്റെ ഭാഷയിൽ പറഞ്ഞത്. സ്നേഹം എന്നുള്ളൊരു സ്നേഹപ്പാര എന്ന് പറയുന്നില്ല, തീർച്ചയായിട്ടും. തങ്കത്തിന് ഇങ്ങനെ ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം സൊസൈറ്റിയിൽ നിന്ന് ഇങ്ങനെയുള്ള, അതായത് ഈ ആണുങ്ങളുടെ ചില അനോണിമസ് കോൾസ് വരാറുണ്ടായിരുന്നു. അല്ല, ഇടയ്ക്ക് ഇങ്ങനെ, അതായത് ഞാനൊരു വീട് വെച്ച സമയത്ത് നമ്മൾ ഇലക്ട്രിസിറ്റി ബോർഡിന് 3 ഫേസിനൊക്കെ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഓരോന്നിനും നമ്മൾ നമ്പർ കൊടുക്കും. ബിക്കോസ് അവിടെ വെയിറ്റിംഗ് ആണ്, പോസ്റ്റ് വരുന്ന അനുസരിച്ച് മാഡം ഞാൻ ഇൻഫോം ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അവർ ഇടയ്ക്ക് വിളിക്കും, എന്താ പറയുക, മാം എങ്ങനെയുണ്ട്, ഹൗ ആർ യു, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ തിരിച്ചങ്ങനെ പറയാറുണ്ടായിരുന്നു. അത് കണ്ടിന്യൂസ് ഒരു തലവേദനയായിട്ട് മാറുമ്പോൾ ഞാൻ പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ വിളിക്കുന്നത്, നമ്മൾ തമ്മിൽ ബ്ലഡ് റിലേഷൻ ഇല്ല, ആവശ്യമില്ലാതെ വിളിക്കേണ്ട കാര്യമില്ല, എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ഇതൊക്കെ എനിക്ക് തോന്നുന്നു സിംഗിൾ ലേഡി ആയിട്ടിരിക്കുമ്പം എനിക്ക് തോന്നുന്നു ചിലർക്ക്, എല്ലാവർക്കും അല്ല, ഷീസ് അവൈലബിൾ എന്നൊരു തോന്നൽ ഉണ്ടാകാമായിരിക്കാം. അതായിരിക്കാം ഈ ഇങ്ങനെയുള്ള കമന്റ്സ് വന്നിട്ടുണ്ടോ? ഇപ്പൊ ഡോക്ടർ പറഞ്ഞു മുടി സ്ട്രൈറ്റൻ ചെയ്തു, പറഞ്ഞിട്ടില്ല, വെൽ ഡ്രസ്ഡ് ആയിരിക്കും, പറയാറുണ്ടായിരിക്കാം. അതും ഞാൻ നാട്ടും പുറത്തായിരുന്നു ശരിക്കും, ഞാൻ ഇപ്പോഴല്ലേ കൊച്ചു, ഞാൻ 17 വയസ്സ് മുതൽ നോർത്ത് ഇന്ത്യയിലായതുകൊണ്ട് എനിക്കിത് ഒരു കാര്യമല്ല. പക്ഷെ പറയാറുണ്ടായിരിക്കാം, ഹസ്ബൻഡ് മരിച്ച സ്ത്രീ നടക്കുന്ന പോലാണോ നടക്കുന്നത്. ഞാൻ ഏതായാലും കൊച്ചിലെ പോലെ എൻ്റെ ഫാദർ ഒരു പോലീസ് ഓഫീസറായിരുന്നു, എൻ്റെ ബ്രദർ ഒരു IPS ഓഫീസറാണ്, എൻ്റെ ഹസ്ബൻഡ് ഒരു ആർമിയിൽ ഒരു സീനിയർ ഓഫീസറായിരുന്നു. അപ്പം ഞാൻ ജീവിച്ചു വന്ന ചുറ്റുപാട് ഞാൻ അങ്ങനെയാണ്. അപ്പം എനിക്ക് വൃത്തിയായിട്ട് നടക്കുന്നതിന്, ഒരു മുടി സ്ട്രൈറ്റ് ചെയ്ത് നടക്കുന്നതിന്, ഒരു വിഡോയ്ക്ക് ഇതൊന്നും പാടില്ല എന്ന് എവിടെയും എഴുതി വെച്ചിട്ടില്ല. എല്ലാവർക്കും എല്ലാം ആകാം. ഇപ്പം എനിക്ക് തോന്നുന്നു ഹസ്ബൻഡ് ഉള്ളവരാണ് കൂടുതലും, അദ്ദേഹത്തിൻ്റെ മറവിലാണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നത്. നമുക്ക് പല ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മൾ ആരുടെങ്കിലും കൂടുതലായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞ മാതിരി നമുക്ക് ഭയമാണ്. ബിക്കോസ് ഞാൻ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരു ഷേക്ക് ഹാൻഡ് കൊടുത്ത് ഒരു ഹഗ് ചെയ്തു, ഇതൊക്കെ നമ്മൾ ചെയ്യാറുണ്ടായിരുന്ന ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ. ഇവിടെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവൾ കണ്ട ഹസ്ബൻഡ് ഇല്ല, അവൾ അത് ചെയ്യണു. പക്ഷെ അങ്ങനെയുള്ള കാര്യമൊന്നും ഞാൻ ബോധർ ചെയ്യാറില്ല. എനിക്കറിയാം ഞാൻ ആരാണെന്ന്, ഞാൻ ഏത് ഫാമിലിയിൽ നിന്ന് വന്നാന്ന് എനിക്കറിയാം, ഞാൻ ആരുടെ വൈഫാണെന്ന്. ഇന്നും അദ്ദേഹത്തിന്റെ വൈഫായിട്ടുണ്ട്. ചേച്ചി പറഞ്ഞ മാതിരി എന്തുകൊണ്ട് സെക്കൻഡ് മാരേജ് ആയിക്കൂടാ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞു മുടി സ്ട്രൈറ്റൻ ചെയ്തു, പറഞ്ഞിട്ടില്ല, വെൽ ഡ്രസ്ഡ് ആയിരിക്കും, പറയാറുണ്ടായിരിക്കാം. അതും ഞാൻ നാട്ടും പുറത്തായിരുന്നു ശരിക്കും, ഞാൻ ഇപ്പോഴല്ലേ കൊച്ചു, ഞാൻ 17 വയസ്സ് മുതൽ നോർത്ത് ഇന്ത്യയിലായതുകൊണ്ട് എനിക്കിത് ഒരു കാര്യമല്ല. പക്ഷെ പറയാറുണ്ടായിരിക്കാം, ഹസ്ബൻഡ് മരിച്ച സ്ത്രീ നടക്കുന്ന പോലാണോ നടക്കുന്നത്. ഞാൻ ഏതായാലും കൊച്ചിലെ പോലെ എൻ്റെ ഫാദർ ഒരു പോലീസ് ഓഫീസറായിരുന്നു, എൻ്റെ ബ്രദർ ഒരു IPS ഓഫീസറാണ്, എൻ്റെ ഹസ്ബൻഡ് ഒരു ആർമിയിൽ ഒരു സീനിയർ ഓഫീസറായിരുന്നു. അപ്പം ഞാൻ ജീവിച്ചു വന്ന ചുറ്റുപാട് ഞാൻ അങ്ങനെയാണ്. അപ്പം എനിക്ക് വൃത്തിയായിട്ട് നടക്കുന്നതിന്, ഒരു മുടി സ്ട്രൈറ്റ് ചെയ്ത് നടക്കുന്നതിന്, ഒരു വിഡോയ്ക്ക് ഇതൊന്നും പാടില്ല എന്ന് എവിടെയും എഴുതി വെച്ചിട്ടില്ല. എല്ലാവർക്കും എല്ലാം ആകാം. ഇപ്പം എനിക്ക് തോന്നുന്നു ഹസ്ബൻഡ് ഉള്ളവരാണ് കൂടുതലും, അദ്ദേഹത്തിൻ്റെ മറവിലാണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നത്. നമുക്ക് പല ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മൾ ആരുടെങ്കിലും കൂടുതലായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞ മാതിരി നമുക്ക് ഭയമാണ്. ബിക്കോസ് ഞാൻ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരു ഷേക്ക് ഹാൻഡ് കൊടുത്ത് ഒരു ഹഗ് ചെയ്തു, ഇതൊക്കെ നമ്മൾ ചെയ്യാറുണ്ടായിരുന്ന ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ. ഇവിടെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവൾ കണ്ട ഹസ്ബൻഡ് ഇല്ല, അവൾ അത് ചെയ്യണു. പക്ഷെ അങ്ങനെയുള്ള കാര്യമൊന്നും ഞാൻ ബോധർ ചെയ്യാറില്ല. എനിക്കറിയാം ഞാൻ ആരാണെന്ന്, ഞാൻ ഏത് ഫാമിലിയിൽ നിന്ന് വന്നാന്ന് എനിക്കറിയാം, ഞാൻ ആരുടെ വൈഫാണെന്ന്. ഇന്നും അദ്ദേഹത്തിന്റെ വൈഫായിട്ടുണ്ട്. ചേച്ചി പറഞ്ഞ മാതിരി എന്തുകൊണ്ട് സെക്കൻഡ് മാരേജ് ആയിക്കൂടാ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. ബിക്കോസ് എനിക്ക് വേണ്ട, ജീവിതത്തിൽ ഒരു നല്ല ഹസ്ബൻഡിനെ കിട്ടി. നമുക്ക് ഒരു 26 ഇയേഴ്സ് അദ്ദേഹത്തിന് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ജീവിതത്തിൽ കിട്ടാവുന്ന എല്ലാ സന്തോഷങ്ങളും സുഖങ്ങളും എനിക്ക് കിട്ടി. ഇനി ഈ ജീവിതം അദ്ദേഹത്തിന്റെ ഒരു വിവാഹം കഴിക്കുകയാണെങ്കിൽ എന്തായിരിക്കുന്നു, ഭയമുണ്ടോ? എനിക്ക് വേണ്ട, അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. അതിനെക്കുറിച്ച് പിന്നെ ചിന്തിക്കാത്തത് കൊണ്ട് എനിക്ക് അങ്ങനെ അറിയില്ല. ഡോക്ടർ പറഞ്ഞതുപോലെ ഇപ്പം
വിധവകൾക്ക് അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല. ഇപ്പം എനിക്കിപ്പം അങ്ങനെ ഓരോരുത്തരോട് പറഞ്ഞുള്ളത് ഇപ്പോൾ ഒരു എൻ്റെ കല്യാണം നടക്കാൻ പോകുന്നു. അപ്പം എന്നോട് പറയുന്നുണ്ട് വിളക്ക് കൊടുത്ത് ഇങ്ങനെ അകത്തോട്ട് കയറ്റണം, ആ ചേച്ചി കൊടുക്കരുത്, ചേച്ചി കൊടുക്കരുത്, ചേച്ചി ഇപ്പൊ ഹസ്ബൻഡ് മരിച്ചതല്ലേ എന്ന് പറഞ്ഞാൽ സ്വന്തം മക്കളുടെ ചേച്ചി അത് അനുസരിക്കുമോ? ഇല്ല. ചേച്ചി തന്നെ വിളക്ക് കൊടുത്തത് ഞാൻ തന്നെ കൊടുക്കും, ഡെഫിനറ്റാ. കാരണം എന്റെ മോന് ഞാൻ കൊടുക്കുന്നതാണല്ലോ ഇഷ്ടം. അതെ, ഞാൻ തന്നെ ചേച്ചി കൊടുക്കുന്ന അത്രയും മനസ്സ് നിറഞ്ഞു വേറെ ആർക്കും കൊടുക്കാൻ പറ്റില്ല. ബന്ധുക്കൾ പറയണ്ട, അത് ചെയ്യാൻ പാടില്ല, ഞാൻ അത് തന്നെ ചെയ്യുള്ളൂ. വളരെ ശരിയാണ്. സബീന, ഇപ്പോൾ ഒരു ഇങ്ങനെ വിഡോസ് അസോസിയേഷൻ നടത്തുമ്പോൾ ഏറ്റവും അധികം അവർക്കുണ്ടാകുന്ന എന്ത് പ്രശ്നങ്ങളാണ് വന്ന് സംസാരിക്കുന്നത്? ഞാനിപ്പോൾ 2 ദിവസമായുള്ളൂ ഒരു സ്ത്രീയെ എന്നെ ഇങ്ങനെ നിരന്തരം വിളിച്ചു. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം സമയം ഉണ്ടാക്കി അവരെ പോയി കണ്ടു കഴിഞ്ഞ പോയ ഞായറാഴ്ച. അപ്പോൾ കണ്ടപ്പോഴേക്കും അവരെന്നോട് ആവശ്യപ്പെട്ടത്, ഞങ്ങൾക്കൊരു അനാഥാലയമുണ്ട്, ഞാൻ പാറ്റേണായിട്ടുള്ളൊരു അനാഥാലയമുണ്ട്. അപ്പോൾ ആ അനാഥാലയത്തിൽ അവരുടെ ഹസ്ബൻഡ് മരിച്ചതിൻ്റെ ചരമവാർഷിക ദിനത്തിന് ആ അനാഥാലയത്തിലേക്ക് ഫണ്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഒരുമിച്ച് പോകണം, എന്നെ കൂടെ കൊണ്ടുപോകണം, അവരെ എനിക്ക് കാണണം, അവരെ കൂടെ ഇരുന്ന് എനിക്ക് ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അനാഥാലയത്തിൽ കൊടുക്കുന്നതൊക്കെ ശരി തന്നെ, നിങ്ങൾക്ക് എന്തിനാ ഇപ്പോൾ അങ്ങനെ ഒരു ഇത് വന്നത്? പറഞ്ഞു, ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു ഒരു പരിപാടിയും ചെയ്യരുത്, മരണാനന്തര ചടങ്ങുകളോ അതുമായിട്ട് ബന്ധപ്പെട്ടൊന്നും ചെയ്യരുത്, ഇതുപോലെയുള്ള അനാഥാലയങ്ങൾക്ക് കൊണ്ടുപോയി കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കളിയാക്കി ചോദിച്ചു, എന്തിനാ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്, നമുക്ക് കുറച്ച് പേരെ സഹായിച്ചൂടെ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇല്ല, എനിക്കൊരു പക്ഷേ ആ അനാഥാലയത്തിലായിരിക്കും എൻ്റെ അവസാനം. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? അതെനിക്ക് കുട്ടികളില്ല. അപ്പോൾ ഈ മരിച്ച് ഒരു 16 കഴിഞ്ഞപ്പോഴത്തേക്ക് ഹസ്ബൻഡിൻ്റെ സഹോദരിമാരെല്ലാം വന്ന് വഴക്കുകൂടാൻ വളരെ മോശമായ രീതിയിൽ, അതുവരെ അവരെ പുറത്ത് അവർ നേരെ നിന്ന് സംസാരിക്കാൻ പോലും വരാതിരുന്ന സഹോദരിമാർ വന്നു വല്ലാണ്ട് മോശമായ രീതിയിൽ സംസാരിക്കുന്നു. ഇതൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പം നല്ല സ്വത്തൊക്കെ ഉള്ള ആളാണ്, അതുകൊണ്ട് എനിക്ക് അനാഥാലയത്തിൽ പോകണം, എനിക്ക് അവരെ കാണണം, അവരെ പരിചയപ്പെടണം, എനിക്ക് ഈ ചരമവാർഷിക ദിനത്തിന് അവിടെ തന്നെ എനിക്ക് പൈസ കൊടുക്കണം, അവരുമായി എനിക്ക് സഹകരിക്കണം എന്ന ഒരു സ്ത്രീ ആവശ്യപ്പെടുമ്പോൾ എനിക്ക് വീട്ടിൽ വന്നിട്ടും ഭയങ്കര ടെൻഷൻ ഇങ്ങനെ തോന്നുന്നു. എനിക്ക് ഇത് തന്നെ എനിക്കിപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, ഈ ഒരു അവസ്ഥ എനിക്ക് ഇവിടെ ഇരുന്നിട്ട് എനിക്ക് സഹിക്കാൻ പറ്റണില്ല. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചു, അപ്പോൾ ഒരു സ്ത്രീ ഞാൻ അവരെക്കുറിച്ച് ഒരിക്കലും അങ്ങനെ കരുതിയിരുന്നില്ല, ഒരു നല്ല ലൈഫാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. അപ്പോൾ ഉള്ളിലിരിക്കുന്ന വിങ്ങലെന്ന് പറയുന്ന ഒരു സ്ത്രീ അത് വിധവയാൽ മാത്രമേ അവർക്ക് മനസ്സിലാവൂ. അത് മറ്റൊരാളിനത് മനസ്സിലാക്കാനോ അത് പൂരിപ്പിക്കാനോ കഴിയില്ല. സുമ എന്നോടിങ്ങനെ ഇതെല്ലാം ആവശ്യപ്പെടുമ്പോഴും സുമയുടെ അടുത്തിരിക്കുന്ന വിജയകുമാരിയൊക്കെ പറയുമ്പോഴും നെഞ്ചിങ്ങനെ കിടന്ന് പിടയ്ക്കും. അവര് ഹസ്ബൻഡ് മരിച്ചു, മകൻ മരിച്ചു, ഇങ്ങനെയൊക്കെ കഴിഞ്ഞ് ഒറ്റപ്പെട്ടൊരു വല്ലാത്തൊരു തുരുത്തിൽ പെടുമ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ എന്താണ് ആ അവസ്ഥയെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഞങ്ങൾ 100 കണക്കിന് ഇപ്പോൾ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ 100 കണക്കിന് വിഡോസിനെ കാണുമ്പോൾ അപ്പോഴേക്ക് ഞാൻ കരുതുന്ന ഇവരെല്ലാം എനിക്ക് സഹായിക്കണം, ഞങ്ങൾക്ക് സഹായിക്കണം. ഞാൻ പക്ഷെ ഒരു വിഡോ അല്ലാത്തത് കൊണ്ട് അവരുടെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് വർത്തമാനം പറയുമ്പോൾ വല്ലാത്ത ഒരു വീർപ്പുമുട്ടലും വിങ്ങലും വരുന്നു. എന്താണ് ഈ സംഘടനയിൽ അങ്ങനെ ചേരണമെന്ന് തോന്നാനുള്ള ആവശ്യം എന്തായിരുന്നു? ആവശ്യം എല്ലാവർക്കും ഇതുപോലെ വിധവകൾക്ക് എല്ലാവരുടെയും ഓരോ ദുഃഖങ്ങൾ കാണുമ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു കൂട്ടായ്മയായിട്ട് എല്ലാവരുമായിട്ട് ഇറങ്ങിയതാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സങ്കടം ഷെയർ ചെയ്യാറുണ്ടോ? ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. ഇപ്പൊ നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ സമൂഹത്തിൽ നമ്മൾ നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ വിമർശനം അല്ലെങ്കിൽ പ്രതിസന്ധി എന്താണ് ഒരു വിധവയെ സംബന്ധിച്ച്? പ്രതിസന്ധി ചിലപ്പോ ഡോക്ടർ പറഞ്ഞു ചിലവര് വിശേഷ കാര്യങ്ങൾക്ക് നമ്മളെ വിളിക്കില്ല, അല്ലെങ്കിൽ മുൻപിൽ നിൽക്കാൻ, അല്ലെങ്കിൽ മുൻപിൽ വരരുത്, അതാണോ അതോ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം അല്ലെങ്കിൽ സമൂഹത്തിന്റെ മറ്റു തരത്തിലുള്ള വിമർശനങ്ങളാണോ? എനിക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. മോൻ്റെ കല്യാണത്തിന് ഞാൻ തന്നെ വിളക്ക് കൊടുത്ത് കയറ്റിയത്, അങ്ങനത്തെ ഒരു പ്രശ്നം ആരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ കേൾക്കാറുണ്ടോ അങ്ങനെ പലരും? അങ്ങനെ ചിലര് പറയും. ഇതിന്റെ ഇടയിൽ ഒരു ചേരാത്ത ഒരാളാ, വിവാഹം കഴിച്ചിട്ടില്ല അല്ലേ? പറയൂ. ഇവരൊക്കെ പറഞ്ഞതിൽ വെച്ച് എനിക്ക് സങ്കടമുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ ഇവർ കല്യാണം കഴിക്കുന്ന മുമ്പ് നല്ല രീതിയിലാണ് ജീവിച്ച്, അപ്പോൾ നമ്മൾ പൊട്ടുണ്ട് പൂവുണ്ട്, ഇപ്പോഴും അതൊക്കെ വിമർശിക്കുന്നവരുണ്ട്. ഞങ്ങളുടെ കാസിലും വെച്ചാൽ പ്രത്യേകമാണ്, അതെ, പൂ വയ്ക്കാൻ പാടില്ല, പൊട്ട് വയ്ക്കാൻ പാടില്ല. പക്ഷെ എനിക്ക് അതിനോട് യോജിപ്പില്ല. പണ്ട് മുട്ടയടിക്കുന്ന ഉണ്ട്, ഇപ്പൊ അതില്ല. അത് എന്തിനാ മാറി അതൊക്കെ മാറി. പക്ഷെ എന്തെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞാൽ തെറ്റാണ്.
കാരണം നമ്മൾ ജനിച്ചപ്പോൾ തൊട്ടേ പൂ വയ്ക്കുകയാണ്. ഇങ്ങേര് വന്നപ്പോൾ കൂടുതൽ പൂ വെച്ചിട്ടില്ല തന്നെ അല്ലേ? ഇങ്ങനെ കൊണ്ട് തന്നതല്ല. അല്ല, അതുകൊണ്ട് ആ സ്വാതന്ത്ര്യം നമ്മൾ ഇന്ന് പിടിച്ചു പറിക്കരുത്. അത് തെറ്റാണ്. അതിന് വേണ്ടി വെച്ചോണ്ട് വെളിയിൽ പോകണമെന്നില്ല. അവർക്ക് ആഗ്രഹം കാണുകയാണ് വീട്ടിൽ വെക്കാം അല്ലേ? അത് ചെയ്യാം. ഇപ്പൊ ബ്രാഹ്മണ സമൂഹത്തില് രണ്ടാമത് വിവാഹത്തിന് അനുവാദം ഇഷ്ടം പോലെ ഉണ്ട്. കൊച്ചു പിള്ളേരല്ലേ ഇപ്പോഴത്തെ പിള്ളേരെ അവിടെ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി. ഉണ്ട്. പഴയ ആൾക്കാർ മാത്രമേ ഉള്ളൂ മാറാതെ മക്കൾക്ക് വേണ്ടി ജീവിക്കണവര്. പക്ഷെ ഇപ്പോഴും ഈ ശുഭകാര്യങ്ങൾക്ക് വിധവകളെ അങ്ങനെ ആ വിലക്ക് ഇപ്പോഴും ഉണ്ട്. ഉണ്ട്. ഒന്നിനും കൂട്ടുമില്ല. ശരിക്കും പറഞ്ഞാൽ സാറ് പറഞ്ഞ പോലെ ഒരു എതിർപ്പിൽ പോലും ഇറങ്ങൂല. പക്ഷെ എനിക്ക് അതിനോട് യോജിപ്പില്ല. കാരണം ഈ ഒരു താലി പോയത് കൊണ്ട് അവർക്ക് അശുദ്ധം വരും. എന്തേ വിവാഹം വേണ്ടാന്ന് വെക്കാൻ കാരണം? അങ്ങനെ പറഞ്ഞ എൻ്റെ അമ്മ ക്യാൻസർ പേഷ്യൻ്റാ. അപ്പോൾ അതിനു വേണ്ടി ഞാൻ അങ്ങനെ പോയതുകൊണ്ട് വിവാഹം കഴിച്ച അമ്മയെ സംരക്ഷിക്കാൻ പറ്റില്ല. അങ്ങനെ എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ അവസാനം വരെ ഞാൻ അമ്മയെ നോക്കി. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ താല്പര്യം ഇല്ലയെന്ന് ഡോക്ടേഴ്സും പറഞ്ഞു. അപ്പോൾ എനിക്കൊരു സന്തോഷമായി. അമ്മയുടെ കൂടെ അവസാനം വരെ നിന്നു. പിന്നെ അച്ഛൻ നഷ്ടപ്പെട്ടു. 10 കൊല്ലമായി. അച്ഛൻ്റെ കൂടെ ഞാൻ തന്നെ അവസാനം വരെ നോക്കിയത്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ പറ്റില്ല. എനിക്ക് വളരെ സന്തോഷമുണ്ട്. 20 വയസ്സായ ഒരു കുട്ടിയുടെ ഹസ്ബൻഡ് മരിക്കുമ്പോൾ ആ കുട്ടി എങ്ങനെയാണ് ജീവിതത്തിലേക്ക് പോകുന്നത് ഒന്നും അറിയില്ല. 2 മക്കളും ആവും. അപ്പോൾ അവർ വെളിയിൽ ഒരു ചെറിയൊരു പണി ചെയ്യാൻ വേണ്ടി ഒരു കടയിലോ അല്ലെങ്കിൽ ഇടയിൽ വേക്കൻസി ആയിട്ടാ പോവാൻ നിന്നാൽ പോലും ഇത്തിരി താമസിക്കുകയാണെങ്കിൽ ആൾക്കാർ പറയുന്നത് നമ്മുടെ ചെവിയിലും കേൾക്കുന്നുണ്ട്. ആ കുട്ടികൾ തന്നെ എന്നോട് പറയും, ചേച്ചി എനിക്ക് ജീവിക്കണമെന്നുണ്ട്, പക്ഷേ ജീവിക്കാൻ അനുവദിക്കുന്നില്ല ജനങ്ങൾ എന്നാണ് എന്നോട് പറയുന്നത്. ഞാൻ പറഞ്ഞു ഒന്നും കൊണ്ടും പേടിക്കാനില്ല. നമ്മൾ ധൈര്യം സംഭരിക്കണം. നമ്മളെ മക്കളെ നോക്കണമെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടേ മതിയാവും. അല്ലാതെ വീട്ടിലിരുന്ന് ആരും തരുമില്ല. പക്ഷേ അതിന് വേറൊരു പേരിടും. അതുകൊണ്ട് കഷ്ടപ്പെട്ടായിരുന്നാലും ജീവിക്കണം. അതിനു വേണ്ടി മാത്രം ഞാൻ ഈ സംഘടനയുടെ വർക്ക് ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റികളിൽ ഈ വനിതകൾക്ക് അനുവദിക്കുന്ന അതേ തുക തന്നെ വിധവകൾക്ക് അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യും. ആ ആവശ്യപ്പെടുമ്പം തന്നെ അവിടെ നിന്ന് ആൾക്കാരെല്ലാം ആ പഞ്ചായത്ത് കൗൺസിലർമാരെല്ലാം എണീറ്റ് ഇരുന്ന് ചിരിക്കുകയും ചെയ്യും. കാരണം ഒരു വിധവയല്ലാത്തവർ എന്തിനാ ഇതിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നത്, എപ്പോഴും കോമഡി പോലെ പറയുകയും ചെയ്യും. പക്ഷേ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. കാരണം എങ്ങനെയായിരുന്നാലും വിധവകൾ നമ്മളിലൊപ്പം വന്ന് വളർച്ച ഉണ്ടാവണമെന്ന് മാത്രമാണ് എൻ്റെ ഉദ്ദേശം. ഞാനും എൻ്റെ ഭർത്താവും പിരിഞ്ഞിട്ട് 14 വർഷമായി. 12 വർഷം കൊണ്ട് എൻ്റെ മോക്ക് 2 വയസ്സ്, മോന് 4 വയസ്സ്. ആരുമില്ലായിരുന്നു സഹായിക്കാൻ. 2 മക്കളെ ഞാൻ വളർത്തി പഠിപ്പിച്ചു. എൻ്റെ മോൻ +2 കഴിഞ്ഞു, മോള് 10ൽ ജയിച്ചു. ഞാൻ വീട്ടു ജോലി തന്നെ ചെയ്താണ് ജീവിക്കുന്നത്. 12 വർഷം കൊണ്ട് ഭാഗ്യലക്ഷ്മി ഇടത്തിലുള്ള ജോലിക്ക് ഇരിക്കുകയാണ്. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ആരടുത്തെങ്കിലും ഇവിടെ പറഞ്ഞതുപോലെ സംസാരിച്ച ഉടനെ അവരെ വെച്ച് പറയും. കൂടുതലും സ്ത്രീകളാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ആരോട് അങ്ങനെ അധികം സംസാരിക്കാറില്ല, ആരോട് മിണ്ടാറില്ല. എനിക്ക് ഒരുപാട് ഭയം ഉണ്ടായിരുന്നു. പിന്നെ മേഡത്തിനോട് വന്നതിന് ശേഷം കുറേയൊക്കെ കാര്യങ്ങൾ ഞാൻ പഠിച്ചു. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ എന്താണെന്ന് വെച്ചാൽ കുന്തെന്ന് പറയും. ഞാൻ മൈൻഡ് ചെയ്യാറില്ല. അവിടെ കിടന്ന് പറയട്ടെ വിചാരിക്കും. ഇന്നിപ്പോ ഒറ്റയ്ക്ക് ജീവിക്കാൻ ധൈര്യമുണ്ടോ? ഇപ്പം എനിക്ക് ധൈര്യമുണ്ട്. ഇപ്പം ഒറ്റയ്ക്ക് ഞാൻ എവിടെ ആയാലും ഒറ്റയ്ക്ക് പോകും, ഒറ്റയ്ക്ക് വരും. ഇപ്പം ഞാൻ വസ്തു വാങ്ങിച്ചു, വീട് വെച്ചു. ഞാനും എൻ്റെ മക്കളും ഞങ്ങൾ 3 പേരേ ഉള്ളായിരുന്നു. എൻ്റെ അമ്മയായിരുന്നു എനിക്ക് ആശ്രയം. അമ്മ മരിച്ചു. എനിക്ക് കൂടപ്പിറപ്പ് എല്ലാവരും ഉണ്ട്. എല്ലാവരും അവരുടെ കാര്യം നോക്കി ജീവിക്കുന്നു. പക്ഷേ എന്നെ സഹായിക്കാൻ ആരുമില്ലായിരുന്നു. 2 കുട്ടികളെ ഞാൻ പഠിപ്പിച്ചു. ഇപ്പം നല്ല രീതിയിൽ. ഇപ്പോൾ ഒരു പേടിയേ ഉള്ളു, ഒരു സ്ത്രീക്ക് ഈ സമൂഹത്ത് ഒറ്റയ്ക്ക് ജീവിക്കാൻ പാടില്ലേ? ആരുടെങ്കിലും ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അവരെക്കുറിച്ചൊക്കെ തെറ്റായ വർത്തമാനങ്ങൾ അങ്ങനെ പറയാവോ? കൂടുതലും ഈ ഭർത്താക്കന്മാരുള്ള സ്ത്രീകൾ തന്നെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഭർത്താവില്ലാത്ത സ്ത്രീകൾ തൻ്റെ ഇടത്തോടുകൂടെ കാര്യങ്ങൾ പറയുമ്പോൾ അതിന് സമൂഹം വേറെ രീതിയിലല്ലേ കാണുന്നത്? തീർച്ചയായിട്ടും നമ്മളൊരാളോട് ശരിയാണ് പറഞ്ഞ് ശരിയാണ്. കൂടുതലായിട്ട് ഒരാളോട് സംസാരിക്കുമ്പം അവൻ മാറി നിന്നിട്ടോ എന്താ സംസാരം, അല്ലെങ്കിൽ നമ്മളൊരു നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് കൂടെ പോകാൻ പാടില്ല. എൻ്റെ ഭർത്താവ് ഞാൻ നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് പോകുന്നതായിരുന്നു ഇഷ്ടം. എനിക്കും ആ ഭർത്താവിൻ്റെ ഇഷ്ടം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ട് ഞാൻ അവിടെ പോയാലും നന്നായിട്ട് ഡ്രസ്സ് ചെയ്യും, വല്ല ആഭരണമൊക്കെ ഉണ്ട് അതൊക്കെ ഇടും. ഇനിയിപ്പോൾ ആരെന്ത് എന്നെ പറ്റി പറഞ്ഞാലും ഞാനത് കെയർ ചെയ്യത്തേയില്ല. ഞാൻ ശരിക്കും ഇപ്പം മറുപടി പറയും. കാരണം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഈ കൂടുതലും എൻ്റെ മക്കളാണ്. പിന്നെ രണ്ടാമത് ഇപ്പോൾ സിനിമയെ തിരിച്ചു വന്നത് സത്യം പറഞ്ഞാൽ ഇപ്പം അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ നിന്നൊക്കെ ഒരു മാറ്റം. മറ്റേ നമ്മളെപ്പോഴും വീട്ടിൽ ഇരുന്നാൽ ഇത് തന്നെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും.
അതുകൊണ്ട് ആ മാറ്റത്തിന് വേണ്ടി പിന്നെ കൂടുതൽ കച്ചേരികൾക്കൊക്കെ പോകുന്നു, പിന്നെ ആൾക്കാരുമായിട്ട് കൂടുതൽ നമ്മൾ മിങ്കിൾ ചെയ്യുന്നു. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മറക്കും. വീണ്ടും നമ്മൾ ആലോചിക്കുന്ന രാത്രി ഉറങ്ങുമ്പോഴായിരിക്കും. ചിലപ്പോൾ ഞാൻ രാത്രിയിലൊക്കെ ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞ് പെട്ടെന്നൊന്ന് എഴുന്നേറ്റ് പിന്നെ ഒരു ആലോചനയിലോട്ട് പോകും. ഇപ്പം എൻ്റെ ആലോചന എൻ്റെ മോൻ്റെ കല്യാണം പരിപാടി അങ്ങനെയുള്ള ആലോചന. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അതായത് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്, പിന്നെ ശ്രീലത എന്ന വ്യക്തി, ശ്രീലത നമ്പൂതിരിയായ ഒരു കാലം. അതെ അതെ അല്ലേ? അതൊരു വലിയ ചടങ്ങായി അന്ന് പത്രത്തിലൊക്കെ വലിയ വാർത്തയൊക്കെ വന്നിരുന്നു. വലിയ വാർത്തയായിരുന്നു. അപ്പൊ ഞാൻ അന്ന് ചേച്ചിയോട് ഞാൻ വീട്ടിൽ വന്നപ്പോ ചോദിച്ചു, ചേച്ചി ഈ നമ്പൂതിരി ആയില്ലെങ്കിൽ ഇപ്പൊ എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോ ചേച്ചി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ്? ഒന്ന്, എവിടെ ചെന്നാലും ഈ നമ്പൂതിരി സമുദായം നമ്മളെ അംഗീകരിക്കാതിരിക്കുന്നൊരു ഉണ്ട്. അവിടെ ഇപ്പോഴും അത് ഉണ്ടെന്ന് തന്നെയായിരുന്നു അന്ന്. ഇപ്പൊ ഉണ്ടോന്ന് എനിക്കറിയില്ല. ചേച്ചിയോട് പലപ്പോഴും പുറത്തിരുന്ന് ഭക്ഷണം കഴിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതായത് പുറത്ത് മീൻസ് വീടിന്റെ പുറത്തല്ല, സെപ്പറേറ്റ് അല്ലേ? അല്ല, കല്യാണത്തിന് പോയാൽ എങ്ങനെയാണെന്ന് വെച്ചാല് ഈ നമ്പൂതിരിമാരുടെ കല്യാണത്തിൽ ഫ്രണ്ട്സ് നായന്മാരൊക്കെ പോവല്ലോ. അപ്പം നമ്പൂതിരിമാരെ മാത്രം ഒരു പന്തിയിലിരുത്തുക, നായസിനെ വേറെ ഇതിലിരുത്തുക. പക്ഷേ എന്നെ അവരുടെ കൂടെ ഇരുത്തി. കാരണം എൻ്റെ ഹസ്ബൻഡ് കുറച്ച് ഗട്ട്സ് ഉള്ളവനായിരുന്നു. എന്നോട് പറഞ്ഞു, നിന്നെ ഇവരുടെ കൂടെ ഈ പന്തിയിലിരുത്തി നീ അപ്പം എഴുന്നേറ്റോണോ എന്ന്. ഒരുപക്ഷെ നമ്പൂതിരി ആവാതെ ചേച്ചി വൈധവ്യത്തിൽ എത്തിയിരുന്നെങ്കിൽ എന്താവുമായിരുന്നു? അത് നമ്പൂതിരി ആക്കി എന്താന്ന് വെച്ചാൽ ഇവര് കർമ്മം ചെയ്യാൻ സമ്മതിക്കത്തില്ല നമ്പൂതിരി അല്ലെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ഉപനയനവും പരിപാടി കാണുന്ന പുള്ളിക്ക് അറിയായിരുന്നു. കാരണം ഈ കുറച്ച് ഓർത്തഡോക്സ് ഫാമിലി അല്ലേ, ഗുരുവായൂർ അമ്പലത്തിലെ മേശാന്തിമാരും അങ്ങനെയൊക്കെ ഉള്ളവരല്ലേ, ഇവർ സമ്മതിക്കത്തില്ല. പിന്നെ പുള്ളി മുൻകൂട്ടി കണ്ടിരുന്നു, പുള്ളി നേരത്തെ മരിച്ചു പോവും, അപ്പം ഇവരൊക്കെ കൂടെ വന്നാലും ഈ മോനെ കൊണ്ട് സമ്മതിപ്പിക്കത്തില്ല. അതന്നെയല്ല, അച്ഛൻ്റെ അമ്മയുടെയൊക്കെ അന്ന് അച്ഛനും അമ്മയൊക്കെ അദ്ദേഹത്തിൻ്റെ മരിച്ചു കഴിഞ്ഞ് നമ്മൾ ബലിയിടാൻ സമയത്ത് പോലും എന്നെയും മകനെയും മാറ്റി നിർത്തുമായിരുന്നു. നമ്മൾ ആ ഭാഗത്ത് വരാൻ പാടില്ല, നമ്മളതിൽ തൊടാൻ പാടില്ല. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയിരുന്നു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇവർ സമ്മതിക്കത്തില്ലല്ലോ. ഇത് നമ്മൾ മുൻകൂട്ടി. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, നമ്മളിവിടെ ജാതിയില്ല മറ്റെല്ലാം മറിച്ചില്ല എന്നൊക്കെ പറയും. പക്ഷേ നമ്മളൊരു കാര്യത്തോട്ടടുക്കുമ്പോൾ ഈ ജാതിയെല്ലാം ഉണ്ട്, അത് തീർച്ചയായും. അതുകൊണ്ടാണ് അന്ന് ഇത്രയും വലിയ കോലാഹലമൊക്കെ സൃഷ്ടിച്ച് അദ്ദേഹവും ഈ ഉപനയനമൊക്കെ നടത്തിച്ച് വലിയ അക്കിത്തിരിപ്പാടിനെയൊക്കെ ഉണ്ടാക്കി. അല്ലെങ്കിൽ പിന്നെ ഈ അമ്മാവന്മാരെയൊക്കെ വിളിച്ചു, അവരെല്ലാം കൂടെ വന്നു. അങ്ങനെ എല്ലാവരും കൂടെ പങ്കെടുത്തപ്പോൾ അവർക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെ അത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം മരിച്ചതിന് ശേഷം ഇതുപോലെ നമ്മളിങ്ങനെ ശ്മശാനത്തിൽ കൊണ്ടുപോയി, അപ്പോൾ വീട്ടിൽ വെച്ച് ക്രിയൊക്കെ ചെയ്തിട്ടായിരുന്നു അങ്ങോട്ട് കൊണ്ടുപോയി. അന്ന് അത് വർക്ക് ചെയ്തില്ല. വർക്ക് ചെയ്തതായിട്ട് വീണ്ടും നമ്മൾ പിന്നെ വിറവൊക്കെ കൊണ്ടുവന്നിട്ട് ആ ശ്മശാനത്തിൽ വീണ്ടും ക്രിയ ചെയ്തു. അത് അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു ഇതല്ലേ. അപ്പം ആ മകനെ കൊണ്ട് തന്നെ അദ്ദേഹം അത് ക്രിയ ചെയ്യിക്കണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യമായിരുന്നു. അതുകൊണ്ടാണ് ഇത് അങ്ങനെ ചെയ്തത്. അല്ലാതെ അതിന് ഓരോരുത്തർ പറഞ്ഞുണ്ടാക്കുന്നു, മകനെ ഒരു മേശാന്തിയാക്കാൻ നോക്കി മറ്റേ മറിച്ച്, അതൊന്നുമല്ല സംഭവം. അതുകൊണ്ട് വന്നതെന്ന് വെച്ചാൽ എന്നെ ആദ്യം നമ്പൂതിരി പിന്നെ അന്തർജനമാക്കണമായിരുന്നു. എന്നെ അന്തർജനമാക്കിയതിന് ശേഷമാണ് ഇതൊക്കെ ചെയ്തത്. നീനക്ക് എപ്പോഴെങ്കിലും ഇനിയൊരു വിവാഹം കഴിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? വിവാഹം കഴിക്കണമെന്ന് തോന്നിയിട്ടില്ല. പല ആൾക്കാരും വന്ന് പറയാറുണ്ട്, ഒന്നുകൂടെ എന്തിനാ ഇങ്ങനെ തനിച്ച് ജീവിക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, എനിക്കിങ്ങനെ വർക്കിനകത്ത് ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് വേറെ ഒന്നിനും സമയമേ ഇല്ല. നമുക്ക് നമ്മുടെ കാര്യം നോക്കാൻ പോലും സമയമില്ലാത്ത ഒരു സ്ഥിതിയിലായിരുന്നു. എനിക്ക് അവസാനത്തെ കുറേ കാലങ്ങളായിട്ട് ഞാൻ കംപ്ലീറ്റ്ലി ഇൻവോൾവ് ഇൻ വർക്കായിരുന്നു. ഇപ്പോൾ കേരളത്തിൻ്റെ മുഴുവൻ ചുമതല ഉണ്ടായിരുന്നു ഡിസ്ട്രിബ്യൂഷൻ്റെതൊക്കെ. അപ്പോൾ എനിക്ക് എൻ്റെ മോൻ പറയും, ആരെ വേണേലും കിട്ടും, അമ്മയെ മാത്രമേ കിട്ടാതുള്ളൂ, ഫോണിൽ പോലും കിട്ടുന്നില്ല. അങ്ങനെ അത്രത്തോളം ഞാൻ ബിസി ആയിരുന്നു. എനിക്ക് വേറെ ഒന്നും ആലോചിക്കാൻ പോലും സമയമില്ല. ആ ഒരു ഇതിലായിരുന്നു. ഇപ്പൊ അങ്ങനെ തോന്നില്ല. ഇപ്പൊ എനിക്ക് എങ്ങനെയെങ്കിലും വേറൊരു ജോലിയിലോട്ട് കയറണം എന്നേ തോന്നുന്നുള്ളൂ. കാര്യം ഐ ഷുഡ് ബി പാർട്ട്ണർ വേണം എന്ന് എനിക്ക് തോന്നാറില്ല. കാര്യം അത് പരാജയപ്പെടുത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്ന പുള്ളി ഒത്തിരിയൊക്കെ ഏറെയെന്ന് ഈ പറഞ്ഞതുപോലെ തന്നെ ആദ്യം തൊട്ടേ എന്നെ ഇൻഡിപെൻഡൻ്റ് ആക്കി. പുള്ളി മൈറ്റ് ബി പുള്ളി ഒരു ഡോക്ടർ ആയിരുന്നത് കാരണം പുള്ളിക്ക് അറിയാമായിരുന്നിരിക്കും പുള്ളി ഇടയിൽ വിട്ടു പോകേണ്ടി വരും എന്നുള്ളത്. കാരണം ആദ്യമേ എന്നെ കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻ്റ് ആക്കി, തനിച്ച് നിൽക്കത്തക്കവണ്ണം പുള്ളി എന്നെ പ്രിപ്പയർഡ് ആക്കി. എല്ലാ കാര്യവും എന്നെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുമായിരുന്നു. കാറ് ഡ്രൈവിംഗ് ആണ്, ആദ്യമേ വന്ന് ലെഫ്റ്റ് സൈഡിൽ കയറിയിരിക്കും, ഞാൻ തന്നെ ഡ്രൈവ് ചെയ്യും. ഇപ്പം അത് കാരണം ഞാൻ എവിടെ പോലെ എറണാകുളം വരെയൊക്കെ ഞാൻ തനിച്ച് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് തന്നെ പോകുന്നത്. ബാംഗ്ലൂർ വരെ ഞാൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോയിട്ടുണ്ട്. ആരെയും ഡിപ്പെൻഡ് ചെയ്യത്തില്ല. ഞാൻ അങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയി. ഫിനാൻഷ്യലി ഓൾസോ ആദ്യം തൊട്ടേ പുള്ളിയുടെ ഇങ്ങനെ. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിൽ ഇതുണ്ട്, സാമ്പത്തികം ഇതിനൊരു പ്രധാന ഘടകം തന്നെയാണ്. അതില്ലാന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഒരു അല്ലെ, സമ്പത്തില്ലാത്ത ഒരാൾക്ക് ഈ വൈധവ്യം എന്ന് പറയുന്നത് മാനസികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം അവർക്ക് ഭംഗിയായി. മറ്റേ സാധാരണ ആൾക്കാർ ഇപ്പോൾ ഇവരൊക്കെ പറഞ്ഞതുപോലെ
രണ്ടും ഫേസ് ചെയ്യണം അവർക്ക്. സാമ്പത്തികത്തിന്റെ അരക്ഷിതാവസ്ഥയും ഫേസ് ചെയ്യണം, അല്ലേ? ഇമോഷണലി വരുന്നൊരു ഇത് ബാലൻസ് ചെയ്യണം. നഷ്ടം ജീവിതത്തിൽ പലപ്പോഴും എല്ലാ നിലയ്ക്ക് എല്ലാ മനുഷ്യർക്കും ഉണ്ടാകും. നമുക്ക് പാർട്ട്ണർ നഷ്ടപ്പെടുന്നു, അല്ല അച്ഛനും അമ്മയും നഷ്ടപ്പെടും, അങ്ങനെ പല നഷ്ടം, കുട്ടികളെ നഷ്ടപ്പെടും. ഇറ്റ്സ് എ ലോങ് ജേണി. നമുക്കിതൊക്കെ നഷ്ടപ്പെടുകയും വീണ്ടെടുക്കലും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ജീവിതം. പലപ്പോഴും അങ്ങനെയാണ് ഫിലോസഫിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ. പക്ഷേ ഇവിടെ ഒരു പിന്നെ വീണ്ടും ഒരു വിവാഹം എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല, പാർട്ട്ണർഷിപ്പ്. അത് സ്വാഭാവികമായിട്ട് എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞൊരു ഹെൽത്തി ആണ് രണ്ട് കൂട്ടർ, നല്ലൊരു ഫ്രണ്ട്. തീർച്ചയായിട്ടും അത് ഒരു മാട്രിമോണിയലായിട്ടല്ല, നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു സ്ത്രീക്ക് ഒരു ജീവിതം കൊടുക്കാൻ ഏറ്റവും നല്ല ഒരു പുരുഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ നമുക്ക് ഹെൽത്ത് ആയിരിക്കും. കാരണം ഒരു സാധാരണ ഒരാൾ വന്ന് നമ്മുടെ കെയർ ഓഫിൽ നിന്ന് ഒരു മാരേജ് ചെയ്ത് കൊണ്ടുപോവില്ല. അപ്പോൾ അത് കുറച്ചുകൂടി നമുക്ക് ആ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കുറച്ചുകൂടെ ഹെൽത്തായിട്ട് നമുക്ക് തോന്നാം. എവിടെയാണ് സുഹൃത്തുക്കൾ? എല്ലാവരും ബിസിയാണ്. പിന്നെ ഒരു നല്ല ഫ്രണ്ടെന്ന് പറയാൻ നമുക്ക് അങ്ങനെ ഒരു നല്ലൊരു ഫ്രണ്ടിനെ ഞാൻ അങ്ങനെ അങ്ങ് കണ്ടിട്ടൊന്നുമില്ല. പിന്നെ നമുക്ക് എന്താ അറിയാം, നമുക്ക് മനസ്സ് തുറന്ന ഒരു ഫ്രണ്ടിനോടൊന്ന് പറഞ്ഞ് ചിലപ്പം ഞാൻ വിചാരിക്കുന്നൊരു ഫ്രണ്ടാ എല്ലാം അങ്ങ് പറഞ്ഞു കളയാന്ന് പറയുമ്പോൾ ഉടനെ മൈക്ക് വെച്ച് എല്ലാവരും വിളിച്ചാൽ അറിയിപ്പിക്കും. പിന്നെ ഞാൻ എന്തിനാ? അതിനെക്കാട്ടി നല്ലത് നമ്മൾ സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥന